ഇനി ബാംഗ്ലൂർ വരെ പോകേണ്ട ആവശ്യമില്ല ഈ ചില്ലി എഗ് ട്രൈ ചെയ്യാൻ. വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഈ ചില്ലി എഗ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മുട്ട പുഴുങ്ങാനായി തിളച്ച വെള്ളത്തിനകത്ത് ലേശം ഉപ്പും വിനീഗറും നമുക്ക് മുട്ട ഇട്ടിട്ട് ഒരു 12 മിനിറ്റ് ഹാർഡ് ബോയിൽ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് പീൽ ചെയ്ത് 1/4 ആയിട്ട് കട്ട് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ സോസ് ഉണ്ടാക്കാം. പാൻ ചൂടായതിനു ശേഷം അതിനകത്ത് എണ്ണ, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ജസ്റ്റ് കുക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് തിക്കായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ഗ്രീൻ ക്യാപ്സിക്കം ഇത് ഒരു 1 മിനിറ്റ് കുക്ക് ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടും. അതിനുശേഷം കുക്ക്ഡ് ചില്ലി പേസ്റ്റ്, ടൊമാറ്റോ സോസ്, ഡാർക്ക് സോയ സോസ് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സായി വരുന്ന സമയത്ത് ഉപ്പ്, ലേശം കുരുമുളക്, ലേശം പഞ്ചസാര ഇതൊക്കെ നന്നായിട്ട് മിക്സായി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട ഇട്ടതിന് ശേഷം വളരെ സ്ലോ ആയിട്ട് വേണം ടോസ് ചെയ്യാൻ, ഇല്ലെങ്കിൽ മുട്ട ഇങ്ങനെ പൊടിഞ്ഞു പോകും. ഫൈനലായിട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻസ്. അത്രയേ ഉള്ളൂ, നമ്മളുടെ ബാംഗ്ലൂർ സ്റ്റൈൽ ചില്ലി എഗ് റെഡിയാണ്. പിന്നെ എപ്പോഴും പറഞ്ഞത് തന്നെയാണ്, എവറിബഡി ക്യാൻ കുക്ക് ആൻഡ് എവറിബഡി ഹാസ് ടു കുക്ക്.